നമസ്കാരം. കുറേ നാളുകളായി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട്. കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 5.5 മാസമായിട്ട് നാട്ടിലായിരുന്നു. കുഞ്ഞാവ ഉണ്ടായപ്പോഴത്തേക്കിന് വൈഫ് മെറ്റേണിറ്റി ലീവിന് നാട്ടിലോട്ട് പോയപ്പോഴത്തേക്കിന് ഞാനും ഇവിടുത്തെ വീടൊക്കെ വിട്ടിട്ട് ഞാനും കൂടെ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 5.5 മാസത്തിന് ശേഷം ഒരു 2-3 ആഴ്ച മുന്നെയാണ് ഞാൻ മാത്രം ഇപ്പോൾ തിരിച്ച് UK-ലെത്തിയത്. അവർ പതുക്കെ വരുന്നുള്ളൂ. അപ്പം അതിന് മുന്നായിട്ട് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ വന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടായിരുന്നു വീഡിയോ ഇത്രയും കാലം ഇല്ലാതെ ഇരുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ, അതായത് 5-6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാനൊരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തു, ചെറുതായിട്ട് യൂസ്ഡ് കാർ സെയിലിൻ്റെ പരിപാടി സൈഡ് ഹസിൽ പോലെ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്തായി അത് എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റും പിന്നെ ഞാൻ തന്നില്ല. ആൾക്കാർ ചിലരൊക്കെ വന്ന് ഇൻസ്റ്റയിലൊക്കെ ആണല്ലോ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷം. ആക്ച്വലി ഞാനന്ന് തുടങ്ങി കഴിഞ്ഞിട്ടൊരു 3-4 വണ്ടികളൊക്കെ സെയിൽ ചെയ്തു. എല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം നന്നായിട്ട് ഓടുന്നുമുണ്ട്, നല്ല വണ്ടികളൊക്കെ തന്നെയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ നാട്ടിലോട്ട് പോകാനായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് അതിനൊരു ഗ്യാപ്പ് വന്നത്. ഇപ്പം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം ഇഷ്ടംപോലെ ഫ്രീ ടൈമും ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ തന്നെ അത് നിർത്തിയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇൻഷുറൻസൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടുത്തെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ പോയി നോക്കിയെടുക്കുന്ന രീതിയിലേ എൻ്റെ കാര്യങ്ങൾ ആവത്തുള്ളൂ. കാരണം ചെക്കും കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇതിന് നല്ലോണം അലച്ചിൽ വരുന്നുണ്ട്. കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടും, ചിലപ്പം പോയി കാണുന്ന വണ്ടിയൊക്കെ ചിലപ്പം പറയുന്ന പോലെ ആയിരിക്കത്തില്ല നേരിട്ട് എന്ന് കാണുമ്പോഴത്തേനും. ചിലപ്പം കാറ്റഗറി അല്ല എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ മെസ്സേജിൽ പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് HP ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് ക്യാറ്റനാണ് അല്ലെങ്കിൽ ക്യാറ്റസ് ആണെന്ന് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരെണ്ണം സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് വണ്ടികളൊക്കെ പോയി ചെക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാരണത്താലാണ് തൽക്കാലം അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. ഇപ്പം ഞാൻ വീണ്ടും ഈ ഒരു നമ്മുടെ പരിപാടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാനും, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണിത്. അപ്പോൾ ഇത് സെയിലിനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം എൻ്റെ പേര് ലിജോ ജോസഫ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടി 2013 മോഡല് ടൊയോട്ട RAV4 പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാലും CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് മാനുവലിയും ഡ്രൈവ് ചെയ്യാം. ഇവിടെ പാഡൽ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്ന ടൊയോട്ടയുടെ RAV4ൻ്റെ മിഡ് റേഞ്ചിൽ വരുന്ന ബേസ് മോഡലല്ല, അതിൻ്റെ മേളിലത്തെ ഓപ്ഷനാണ്. ഇൻറ്റീരിയർ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒന്ന് നോക്കാം. സിൽവർ കളറാണ് വണ്ടി വരുന്നത്. 2013 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഇപ്പം നിലവിൽ വണ്ടി 81,000 മൈൽസ് ഓടിയിട്ടുണ്ട്. ജെനുവിൻ മൈൽസാണ്, വേറെ മൈൽസ് തിരിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. HPI ചെക്ക് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് മെയിലിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വണ്ടി ഞാൻ മേടിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നതേ എനിക്ക് തരുന്നതിന് മുൻപായിട്ട്, അതല്ലെങ്കിൽ ഇത് വിൽക്കുന്നതിന് മുൻപായിട്ട് മിഷലിൻ്റെ 4 ടയർ, പുതിയ ടയർ മേടിച്ചിട്ടിട്ടാണ്. ഒരു ഇംഗ്ലീഷുകാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഞാൻ മോട്ടോ ട്രേഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വിത്ത് V5 ഫുള്ള് V5ഉം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഈ നല്ല രീതിയിൽ പ്രോപ്പർ സർവീസ് ഉള്ളൊരു വണ്ടിയാണ്. അതായത് ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട്, ചെറിയ പൈസ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പിശുക്ക് നോക്കിയിട്ടുള്ള ഒരു വണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാനായിട്ട് മെയിനായിട്ടുള്ള കാരണം ഒരു മാസം മുന്നേ 600 പൗണ്ട്സിന് ടൊയോട്ടയിൽ നിന്ന് വണ്ടി ഫുൾ സർവീസ് കഴിഞ്ഞിറങ്ങിയതാണ്. പിന്നെ ഇതല്ലായിരുന്നു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്. പുള്ളി മറ്റേ പൈസ കൊടുത്ത് മേടിക്കുന്ന നമ്പർ പ്ലേറ്റൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അത് 2 തവണ പുള്ളി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓണേഴ്സിൻ്റെ എണ്ണത്തിൽ ഇപ്പം ഞാൻ എൻ്റെ പേരിലോട്ടും കൂടെ മാറ്റിയപ്പോഴത്തേക്കിനും ഓണേഴ്സിൻ്റെ എണ്ണം ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം കൊണ്ടും വണ്ടി നല്ല മിൻറ്റ് കണ്ടീഷനാണ്. മീൻസ് അത് ഞാൻ വെറുതെ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതല്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ മേടിച്ചതാണ്. ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ വരുന്നത്. മിറർ റെയിൽ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന ഫോൾഡിങ് മിറേഴ്സാണേ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി, ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് RAV4. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇതാണ് വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ അവിടുന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എന്തൊക്കെയോ പോലെ തോന്നുന്നത്. ഇങ്ങനൊന്നും അല്ല, നേരിട്ട് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണേ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നടുക്കത്തെ സീറ്റ് കണ്ടോ, ഇവിടെയൊക്കെ ആണെങ്കിലും
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. റൂഫിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്. ഒരു ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ RAV4 ആയതുകൊണ്ട് അറിയാമല്ലോ, നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നടുക്കത്തെ റോയിലെ സീറ്റിലിരിക്കുന്നവർക്കും ഒക്കെ കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഞാൻ കാണിച്ചു തരാവേ. വണ്ടി ഓൾ വീൽ ഡ്രൈവും ആണേ, 4x4 ആണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല ലഗേജ് സ്പേസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ എയർപോർട്ടൊക്കെ പോകുന്ന നേരവും ഒക്കെ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരാളെ വേണമെങ്കിൽ ഇൻഷുറൻസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ പോകാം. അങ്ങനെയും പ്രയോജനങ്ങളുണ്ട്. ഒരു നല്ല ഫാമിലി കാറാണ് RAV4 എന്ന് പറയുന്നത്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇത് ഇവിടെ റിവേഴ്സ് ക്യാമറയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പെണ്ണുങ്ങൾക്കും വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ ഈ വണ്ടി ഇതുവരെ MOT ഫെയിലായിട്ടില്ല. MOT ഹിസ്റ്ററിയൊക്കെ എന്താ പറയുക, ഒരൊറ്റ അഡ്വൈസറി പോലും ഇല്ലാതെയാണ് ഇതുവരെയുള്ള എല്ലാ MOTയും പാസ്സായിരിക്കുന്നത്. ആകെപ്പാട് ഒരു തവണ മാത്രം ടയറിൽ എന്തോ ഒരു ചെറിയൊരു അഡ്വൈസറി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 100% MOT പാസ്സുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റൊരാൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ഇനി ഞാനിത് നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. AC ഒക്കെ പൊക്കെ കൂളിങ് കേട്ടോ. വർക്കിംഗ് അല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും വർക്കിംഗ് കണ്ടീഷൻസിലാണ്. പവർ വിൻഡോ ആകട്ടെ, AC ആകട്ടെ, എല്ലാവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടി. അത് തന്നെയല്ല, 81,000 മൈൽസേ ഓടിയിട്ടുള്ളൂ. അറിയാലോ, ടൊയോട്ടയാണ്. സ്റ്റിൽ അത് ടൊയോട്ടയ്ക്ക് ലോ മൈലാണ്. അപ്പം ഒരു ലോങ് ടേമിനേക്ക് വേണ്ടിയിട്ട് വണ്ടി നോക്കുന്നവർക്കാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ കാരണം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത്രയൊക്കെയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും വണ്ടിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. എന്തായാലും ഇനി വണ്ടിയുടെ വിലയാണ്. എനിക്കറിയാം, വണ്ടി കച്ചവടക്കാരും അങ്ങനെ വീഡിയോസിൽ വന്നിട്ട് വില പറയാറില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടത്. ഞാൻ പിന്നെ അങ്ങനെ ഒരു കച്ചവടക്കാരനൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല വണ്ടികൾ മാറി, ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി ഇങ്ങനെ പല വണ്ടികൾ, പ്രത്യേകിച്ച് ഇച്ചിരി പവറുള്ള വണ്ടികൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് തുടങ്ങിയത് തന്നെ. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു ടൈം പാസ്, അതിനൊപ്പം തന്നെ ഒരു സൈഡ് ഹസിൽ, ഒരു ചെറിയ വരുമാനം. ഇനിയിപ്പോൾ കുഞ്ഞാവയൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഫുൾ ടൈം ജോബിനൊക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇങ്ങനെ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. എല്ലാം കൂടെ ഇങ്ങനെ മനസ്സിലാക്കി കണ്ട് നമ്മുടെ ഓരോ പ്ലാനിങ്ങുകളാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മേടിച്ചാണ്. ശരിക്കും 2 ആഴ്ച യൂസ് ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ്. വണ്ടി അത്യാവശ്യം നല്ല പവറുണ്ട്. 4x4 ഒന്നും ഇട്ട് ഓടിക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ തന്നെ ഇവിടെ ഒരു സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന ഈ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് ഒറ്റ പോകാം. എക്കോ മോഡിൽ ഇട്ടാൽ കുറച്ചും കൂടെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ കൂടും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇനി ഞാൻ വില ഇതിന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9,250 പൗണ്ടാണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എനിക്കിതിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ മോട്ടോർ ട്രേഡറായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു വണ്ടിയുടെ എന്താ പറയുക, ഒരു ട്രേഡർ എന്ന നിലയിൽ ഞാനത് എത്രയ്ക്ക് മേടിക്കാം, എനിക്കത് എത്രയ്ക്ക് വിൽക്കാം. ഇനി ഇതൊരു റീറ്റെയിലർ, അതായത് ഒരു വലിയ കാർ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയൊരു റീറ്റെയിലറൊക്കെ ആണെങ്കിൽ ഈ വണ്ടി എത്രയ്ക്ക് വിൽക്കും, ആ വക കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എനിക്കറിയാൻ പറ്റും ചില പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഇപ്പോൾ ടൊയോട്ടയിലോ അല്ലെങ്കിൽ UK തന്നെ വളരെ പ്രസിദ്ധരായിട്ടുള്ള വലിയ കാർ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ അവിടെ മിനിമം ഒരു 10,900 ഈ വണ്ടിക്കാവും. കാരണം അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. പിന്നെ മൈൽസും സ്പെക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് അത്രയും പൈസയാവും. എനിക്ക് തന്നെ ഇതൊരു 9,700 മിനിമം കൊടുക്കാവുന്ന വണ്ടിയാണ്. പക്ഷെ ഞാനിത് ഒന്നാമത്തെ കാര്യം കുറേ നാൾ കൂടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇച്ചിരി വിലക്കുറവിൽ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാനങ്ങനെ 9,250 എന്നൊരു വില ഇട്ടത്. എന്താ പറയുക, നമുക്ക് നോക്കാം. ആർക്കെങ്കിലുമൊക്കെ ഇത് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് വാറണ്ടിയുടെ കാര്യമാണ്. അത് എനിക്ക്
എൻ്റെ ആഗ്രഹം ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ 1 ഇയർ തന്നെ എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടിയൊക്കെ എടുത്ത് എൻ്റെ നിന്ന് വണ്ടി മേടിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ 1-2 വാറണ്ടി കമ്പനികളൊക്കെ ആയിട്ട് സംസാരിക്കുകയും അതിലൊരാളുമായിട്ട് ഡീലാവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് നാട്ടിലോട്ട് പോയത്. അപ്പോൾ എനിക്ക് ഈ വണ്ടി സെയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണം അത് സ്റ്റിൽ ഓൺ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടും കൂടെ. ഈ വണ്ടിക്ക് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും, അത് അതിന് എത്രയാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയാത്തത്. വൺസ് ഈ വണ്ടി സോൾഡ് ആയി കഴിഞ്ഞിട്ട് ഞാനത് എങ്ങനെയാണ് ചെയ്തത് എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ്, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടിയുടെ കാര്യത്തിന് മാത്രമല്ല, ഇനി നമ്മൾ എന്നാ പറയുന്നത്, ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.